ഒക്കേഷണലി മാത്രം കടുവ വരും. ഏത് മൂട്? അയ്യപ്പൻ മൂട്. അതെങ്ങനെയാണ് ആവി മൂട്? നമസ്കാരം. നമ്മളീ പോണത് ശബരിമലയിലോട്ടാണ്ടാ. പുതിയൊരു വർഷമായില്ലേ, അപ്പൊ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. വൈറ്റിലെ ഹബ്ബിൽ ചെന്ന് എരുമേലി വണ്ടി തപ്പിപ്പിടിച്ച് അതിൽ കയറി വെളുത്തപ്പോഴേക്കും നമ്മൾ എരുമേലിയിൽ എത്തി. എരുമേലി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഇതായിരിക്കും. ഇതിനെ പറയണ പേരാണ് പേട്ടതുള്ളല്. എരുമേലിയിലെ ഏറ്റവും പ്രധാനവും ഈ പേട്ടതുള്ളല് തന്നെ ഉണ്ടാ. ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ഒരുപാട് പേരാണ്ടാ ശബരിമലയിലോട്ട് ഓരോ ദിവസവും വന്ന്. അവരെല്ലാവരും എരുമേലി വന്ന് ഇവിടെ തൊഴുതിട്ടേ ശബരിമലയിലോട്ട് വരാറുള്ളൂ. ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ശബരിമല യാത്രയും എരുമേലിയിലെ പേട്ടതുള്ളലൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ യൂണിവേഴ്സിൽ എത്തിയ പോലെ തോന്നും. അത്രക്ക് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇവിടുത്തെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതാണ് വാവര് പള്ളി. അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വാവര് സ്വാമി. എരുമേലിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഈ വാവര് പള്ളിയിലും കയറി തൊഴുതിട്ടാണ് ഭക്തര് പോവാറ്. നമ്മളും വാവര് പള്ളി കയറി 3 തേങ്ങ ഉടച്ച് വരവറിയിച്ച് എന്നിട്ട് നേരെ വെച്ച് പിടിച്ച് കാനനപാതയിലോട്ട് നമ്മൾ കാട് വഴി നടന്നാണേ പോണത്. ഇവനാണ് ഉണ്ണിസ്വാമി. ഇവന്റെ ലെഫ്റ്റും റൈറ്റും കാണുന്നതാണ് അഴുതാ നദി. അഴുതയുടെ തീരമായതുകൊണ്ടാണ് ഇതിന് അഴുതക്കടവെന്ന് വിളിക്കുന്നത്. ഇവിടെ വന്ന അയ്യപ്പന്മാരെല്ലാം അഴുതേന്ന് കല്ലെടുക്കാറുണ്ട് കല്ലിടാങ്കുന്നിലിടാൻ വേണ്ടി. അതിന്റെ കഥ ഞാൻ പോണ വഴി പറഞ്ഞുതരാട്ടാ. അങ്ങനെ ഞങ്ങൾ മുങ്ങിയെടുത്ത് ഓരോ കല്ലിടാങ്കുന്നിലിടാൻ വേണ്ടി അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കയറിയപ്പോഴേക്കും മഴ തുടങ്ങി. നമ്മുടെ മലകയറ്റം ഇവിടെ നിന്നാണ്ട തുടങ്ങണത്. അങ്ങനെ നമ്മൾ കാടിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. പുലി, കടുവ, ആന, കുറുക്കൻ, ചെന്നായ മുതലായ ജീവികളെല്ലാം ഉള്ള ഒരു ഘോര വനമുണ്ടത്. ഇതിന്റെ ഉള്ളിൽ കയറി തുടങ്ങിയപ്പോ തന്നെ ആദ്യം കണ്ടത് ആനപ്പിണ്ടോണ്. കാനനപാതയിൽ കൂടിയുള്ള യാത്രയിൽ ചെരുപ്പിടാതെ നടക്കുന്നത് കുറച്ചധികം കടുപ്പമാണ്. ചെറിയ മഴയുള്ളതുകൊണ്ടായിരിക്കണം കാടിന്റെ ഉള്ളിൽ കോട ഇറങ്ങി തുടങ്ങി. കോട വന്നപ്പോഴേക്കും പിന്നെ ഈ മലകയറ്റത്തിൽ ചെറിയ സുഖമൊക്കെ തോന്നി തുടങ്ങിയേട്ടാ. ശരിക്കും പറഞ്ഞ കാനനപാത കൂടിയുള്ള നടത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ട്രക്കിംഗ് ആണ്. അഴുതക്കടവ് മുതൽ പമ്പ വരെ ഏകദേശം 18-19 കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ. നമ്മൾ നടന്നു പോണ വഴികളിൽ ഓരോരോ കയറ്റത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവും ഷീറ്റൊക്കെ ഇട്ടിട്ട്. ഇവിടെ തണ്ണിമത്തൻ, ജ്യൂസ്, ചായ, മുറുക്ക്, ബിസ്ക്കറ്റ് മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും. കാശ് കൊടുക്കണം കേട്ടോ. അഴുതക്കടവിന് ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്ന് നമ്മളിപ്പോ കല്ലിടാങ്കുന്നിൽ എത്തിയേട്ടാ. ഈ കാണുന്നതാണ് കല്ലിടാങ്കുന്ന്. ഇവിടെ ഈ കിടക്കണ കല്ലുകളെല്ലാം കാലങ്ങളായിട്ട് അയ്യപ്പന്മാർ അഴുതയിൽ മുങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കണം കേട്ടാ. പണ്ട് അയ്യപ്പൻ മഹിഷി നിഗ്രഹം കഴിഞ്ഞ് ജഡം വലിച്ചെറിഞ്ഞ് വന്ന് വീണത് കല്ലിടാങ്കുന്നിലാണെന്നാണ് വിശ്വാസം. ഈ ജഡം മൂലം ലോകോപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി അയ്യപ്പൻ കല്ലുകൾ കൊണ്ട് മറച്ചു എന്നാണ് വിശ്വാസം. അതിന്റെ ഓർമ്മക്കായിട്ടാണ് അയ്യപ്പന്മാർ അഴുതേന്ന് കല്ലെടുത്തിട്ട് കല്ലിടാങ്കുന്നി കൊണ്ടുവന്ന് ഇടണത്. കല്ലിടാങ്കുന്നി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് കടകളാണ്. വിരിവെക്കാനുള്ള സൗകര്യം ഇവിടെ നേരത്തെ പിടിച്ചിട്ടുണ്ട്. കാടിന്റെ ഉള്ളിലുള്ള ഈ കടകൾ ഈ സീസണിൽ മാത്രം ഉണ്ടാവുള്ളൂ. ശബരിമല സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കഴിച്ചുണ്ടു. കല്ലിടാങ്കുന്നിന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോഴാണ് കാട്ടി കൂടിയുള്ള ഒരു റൂട്ട് മാപ്പ് ഞാൻ കണ്ടത്. ആ റൂട്ട് മാപ്പിൽ നമുക്ക് ചെന്നെത്തേണ്ട സ്ഥലങ്ങളുടെ പേരും കിലോമീറ്റേഴ്സിന്റെ കണക്കൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ആ റൂട്ട് മാപ്പ് കണ്ടപ്പോഴാണ് ഞങ്ങളുടെ നടത്തം എവിടെയും എത്തിയിട്ടില്ല, ഇനിയും ഒരുപാട് നടക്കാനുണ്ടെന്ന് മനസ്സിലായത്. 3:30 അവിടുത്തെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് അടക്കണത്. അതിനുള്ളിൽ ഞങ്ങൾക്ക് മുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തേക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് പിന്നീട് നടന്നത്. ആനശല്യം കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാണ് നേരത്തെ ചെക്ക് പോസ്റ്റ് അടക്കണത്. നമ്മ അതിനു മുമ്പ് സേഫ് ആവണതാണ് നമ്മുടെ തടിക്ക് നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം വെച്ച് പിടിച്ച് മുക്കുഴി എത്താൻ വേണ്ടി. യാത്രക്കിടയിൽ തരക്കേടില്ലാത്തൊരു കിടിലം വ്യൂ പോയിന്റും കിട്ടിയേട്ടാ. കുറച്ചു നേരം അവിടെ നിന്ന് താഴോട്ട് നോക്കി പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടന്ന്. ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഏറുമാടമൊക്കെ കാണാൻ പറ്റൂട്ടാ. അവിടെ നിന്നുള്ള യാത്ര മൊത്തം പിന്നെ താഴോട്ടായിരുന്നു. കയറ്റം മൊത്തം ഇവിടെ നിന്നേ അവസാനിച്ച് പിന്നെയുള്ള പോക്ക് മൊത്തം താഴോട്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് നല്ല വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്പീഡിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടന്നിറക്കുറങ്ങി താഴെത്തി കഴിഞ്ഞപ്പോ ഒരു ഗ്രാൻഡ് മരം കണ്ട്. മരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ സിനിമകളിൽ മുനിമാരൊക്കെ തപസ് ചെയ്യണ പോലത്തെ ഒരു രാജകീയ മരം. ഈ മരത്തിന് കുറഞ്ഞതൊരു 100 വർഷത്തെ പഴക്കെങ്കിലും കാണൂട്ടാ. അതും കണ്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് കിടിലൻ കാട്ടരുവി കണ്ടത്. ആ കാട്ടരുവി കണ്ടപ്പോ തന്നെ മനസ്സ് പാതി തണുത്തു. നേരെ ഓടിച്ചെന്ന് കാട്ടരുവിയിൽ കാലുമുക്കി കുറച്ചേരം അവിടെ നിന്ന്. ഇതിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച പോലത്തെ വെള്ളമാണ്. എന്തൊരു തണുപ്പാന്നറിയോ. അവിടെ കുറച്ചേരം ഇരുന്ന് കാലൊക്കെ നനച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. കൂട്ടിന് നമുക്കൊരു എക്കോ ഗാർഡ് മച്ചാനും കൂടെ കിട്ടിയേട്ടാ. പിന്നെ പുള്ളിയായിരുന്നു നമ്മുടെ വഴികാട്ടി. ഒരു എക്കോ ഗാർഡിന് ഒറ്റക്ക് കൈ കിട്ടിയോണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കാടിനെ പറ്റി ചോദിച്ചു കുഴപ്പിച്ച് ഞാൻ പുള്ളിനെ. പക്ഷെ പുള്ളി ഒരു മടിയും കൂടാണ്ട് നല്ല കൃത്യമായിട്ടും വ്യക്തമായിട്ടും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാ. വേറെ മൃഗങ്ങളൊക്കെ ഉണ്ടാ? ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, മ്ലാവുണ്ട്, ചെന്നായുണ്ട്. പിന്നെ ഒക്കേഷണലി മാത്രം
കടുവ വരും. അത് സീസണൊക്കെ കഴിയുമ്പോഴേ ഉള്ളൂ, മഴ സീസണിലില്ല. ഇവിടെ ഇപ്പൊ ഈ ടൈമിലൊക്കെ ആന ഇറങ്ങും. മഴയുണ്ടെങ്കിൽ കാട്ടിൽ നല്ല വെള്ളമുണ്ട്, അന്നേരം ഒന്നും ആന കാണത്തില്ല. ഈ വേനലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മുകളിൽ നിന്നുള്ള വെള്ളം ഉറവയൊക്കെ കുറഞ്ഞ് താഴെ ഒരു ചെളിക്കുണ്ടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അങ്ങോട്ടൊക്കെ വെള്ളം കുടിക്കാനും ആഹാരത്തിനൊക്കെ ഇറങ്ങി വരും. അല്ലാതെ ആന ശല്യമൊന്നുമില്ല. അട്ടയുണ്ട്, മഴ ആയി കഴിഞ്ഞാൽ അട്ടയുണ്ട്. അങ്ങനെ നീണ്ടൊരു നടത്തത്തിന് ശേഷം ഞങ്ങൾ മുക്കുഴി എന്ന ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യത്തിലോട്ട് എത്തി. ഇവിടെ ചെന്നപാട് പിന്നെയും മഴ തുടങ്ങിയേട്ടാ. മുക്കുഴി എത്തിക്കഴിഞ്ഞാൽ കിടക്കാനും ഫുഡ് കഴിക്കാനും വിരിവെക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തീർത്ഥാടനത്തിലോട് 100% നീതി പുലർത്താൻ പറ്റിയൊരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ച് അന്ന് രാത്രി ഞങ്ങൾ അവിടെയാണ് കിടന്നത്. രാത്രി ആയി കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് ആനയൊക്കെ വന്നിട്ടാ. കമ്പിവേലിയുള്ളതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പുറത്തോട്ട് വന്നില്ല. രാത്രി നൈറ്റ് വാക്കിന് ഇറങ്ങിയതായിരിക്കും പുള്ളി. ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാണ്ട് പുള്ളിക്കാരി തിരിച്ചു പോയേട്ടാ. കനത്ത മഴ കാരണം ഞങ്ങൾക്ക് ഇന്ന് കാട് കയറാൻ പറ്റിയില്ല. കനത്ത മഴ കാരണം മുക്കുഴിയിലെ ചെക്ക് പോസ്റ്റ് അവർ ലോക്ക് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഇനി റോഡ് വഴി പമ്പയിലോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് വേണം മല കയറാൻ. അങ്ങനെ ഉണ്ണിസ്വാമിയുടെ ഫ്രണ്ട്സിനെ വിളിച്ച് അവരുടെ കാരണം നമ്മൾ നേരെ വിട്ട് പമ്പയിലോട്ട്. നമ്മളെ കൊണ്ടുപോകാൻ വന്ന മച്ചാനോട് പോണ വഴി കാട് കയറാൻ പറ്റിയില്ല എന്നുള്ള വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെന്താണ്, അതിനേക്കാൾ നല്ല കിടിലൻ കാട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പറപ്പിച്ചൊരു സ്ഥലത്തോട്ട് വിട്ട്. നിലയ്ക്കൽ പള്ളിയിലോട്ട് പോണ കാട് വഴിയുള്ള ഒരു റൂട്ടാണിത്. ഇതിലെ അങ്ങനെ അധികം വണ്ടികളൊന്നും വരാറില്ല. ഇവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് മച്ചാന് കാടല്ലേ കാണണ്ട്, കാടിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നടന്ന അടിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ദേവോണ് കാടിനുള്ളിൽ ഒരു വലിയ കാട്ടരുവി. മുക്കുഴിന്ന് ബാക്കി കാട് കയറാൻ പറ്റാഞ്ഞ വിഷമം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് മൊത്തത്തിൽ തീർന്ന്. കാരണം ഞാൻ എത്തിയത് അതിലും വലിയ ആളരക്കില്ലാത്തൊരു കൊടുങ്കാട്ടിലായിരുന്നു. അതിന്റെ കൂടെ ഈ കാട്ടരുവിയും കൂടി കണ്ടു കഴിഞ്ഞപ്പോ മനസ്സങ്ങട് മൊത്തത്തിൽ നിറഞ്ഞ്. ഇതൊന്നൊന്നുമല്ല, ഇതിലും കിടിലം വ്യൂ വേണമെങ്കിൽ കുറച്ചും കൂടി അകത്തോട്ട് നടക്കണമെന്നും പറഞ്ഞ് മച്ചാൻ നമ്മളെ കുറച്ചും കൂടി അകത്തോട്ട് അങ്ങോട്ട് നടത്തിച്ച്. കുറെ നേരം കാടിന്റെ ഉള്ളിൽ നടന്നും കാട്ടരുവിയിൽ കാലിട്ടിരുന്നും കുറെ നേരം കാട്ടിട്ടിരുന്ന് ഞങ്ങൾ സമയം ചെലവഴിച്ച്. മുക്കുഴിന്ന് കാട് കയറാൻ പറ്റാഞ്ഞ വിഷമം മൊത്തം ഇവിടെ നടന്ന് ചെലവഴിച്ച് തീർത്തിട്ട് ഞങ്ങൾ തിരിച്ച് മേലോട്ട് കയറി. കാട് മൊത്തം ചെരുപ്പിടാണ്ട് നടന്നുകൊണ്ടായിരിക്കണം തിരിച്ച് മേലോട്ട് കയറി കഴിഞ്ഞപ്പോ കാല് മൊത്തം അട്ടയായിരുന്നു. അവന്മാരെ മൊത്തം ഞങ്ങൾ കരിച്ചു വന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വിട്ടത് പമ്പയിലോട്ടായിരുന്നു. പോണ വഴി മച്ചാൻ കാട്ടി കണ്ട മൃഗങ്ങളുടെ കഥകളൊക്കെ പറയണ്ടായിരുന്നു കേട്ടാ. ആ വഴിയായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മള് പോകുന്ന വഴിയാണ് ആനയടിച്ച് നശിച്ചോ കടകളൊക്കെ നേരത്തെ കെട്ടിയിട്ടിട്ട് പോകുന്നത്. ഞാൻ കണ്ടത് മേളിയില് മെയിൻ റോഡില്. ഇതുവഴിയൊന്നും ഞങ്ങളങ്ങനെ വരാറില്ല. ഉപദ്രവിക്കാറൊന്നുമില്ലേ? ഇതുവരെ അങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ആർക്കും. എനിക്കും ഇല്ല. അന്ന് കണ്ടപ്പോ ഞാൻ വല്ലതും ചെയ്താലേ ഉള്ളായിരുന്നു. അതിന്റെ ഒന്നും ചെയ്തില്ല. ഞാൻ പേടിച്ച് വിറച്ച് കാലും കൈയെല്ലാം വേറെ. വണ്ടിക്കാണ് ഞാൻ തന്നെ ഉള്ളു. പേടിച്ചോ, നല്ലപോലെ പേടിച്ചു. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. പക്ഷെ പുലിനെ ഞാൻ കണ്ടിട്ട് വേറെ കണ്ടാറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആനയുള്ളടാ. അങ്ങനെ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ പമ്പയിലെത്തി. പമ്പയെത്തി കഴിഞ്ഞപ്പോ ഇവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നിട്ടാ ജനങ്ങളുടെ. ഈ കാണുന്നതാണ് മക്കളെ പമ്പ. പമ്പയെന്ന് മല കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ചെന്ന് ബലി മണ്ഡപത്തിലോട്ടാണ് ബലി ഇടാൻ വേണ്ടി. അവിടെ നിന്ന് നേരെ ബലി ഇട്ടിട്ട് ഞങ്ങൾ പമ്പയിലോട്ട് ഇറങ്ങി. പമ്പയിലിറങ്ങി കൊതി തീരെ മുങ്ങിപ്പൊങ്ങി പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു കയറി. അവിടെ നിന്ന് നമ്മൾ നേരെ അന്നദാനത്തിന്റെ സ്പോട്ടിലോട്ട് പോയി. പമ്പയിൽ തന്നെയുള്ള ഇവിടെ നമുക്ക് കഴിക്കാനുണ്ടായിരുന്ന മഞ്ഞച്ചോറും തക്കാളി കറിയും ഉണ്ടാ. അന്നദാനം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വിർച്വൽ ക്യൂവിന്റെ പാസ് കൊടുക്കാനായിരുന്നു കേട്ടോ. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് നമ്മൾ നേരെ മല ചവിട്ടി തുടങ്ങുന്നുണ്ട് അയ്യപ്പനെ കാണാൻ വേണ്ടി. ഇതാണ് ഇവിടുത്തെ ഡോളി സ്റ്റാൻഡ്. മല നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഡോളി സർവീസ് അവൈലബിൾ ആണ്. കാശ് കൊടുത്താൽ ചുമ്മാ ഇരുന്ന് മല കയറാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ മലകയറ്റം തുടങ്ങി. മലകയറ്റത്തിന്റെ ഇടയിൽ ദാഹം വല്ലതും തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാൻ ശുദ്ധജലം കിട്ടുന്ന സ്പോട്ടുകൾ ഉണ്ട് അടുപ്പിച്ചടുപ്പിച്ച്. നീലി മലകയറ്റത്തിന്റെ എൻഡിങ്ങിലാണ് നമ്മുടെ അപ്പാച്ചിമേട് കയറ്റം തുടങ്ങണത്. മലകയറ്റത്തിന്റെ കടുപ്പം ശരിക്കും അറിഞ്ഞു തുടങ്ങണത് അപ്പാച്ചിമേട് എത്തുമ്പോഴാണ് ട്ടാ. അപ്പാച്ചിമേടിലുള്ള ഒരു പ്രധാന വഴിപാടാണ് ഉണ്ട വഴിപാട്. കാലങ്ങളായിട്ട് ഈ വഴിപാട് ഇവിടെ നടന്നു പോകണല്ലോ കേട്ടാ. 5 രൂപക്കാണ് ഒരു അരിയുണ്ട ഇവര് വിൽക്കണത്. ആ ഉണ്ട മേടിച്ച് നമ്മൾ കാട്ടിലോട്ട് എറിയും. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ഈ ഉണ്ടേറ് നടത്താറുണ്ട്. ഇതിന്റെ പുറകിൽ എന്തോ ഒരു ഐതിഹ്യം ഉണ്ട്, അതെന്താന്ന് എനിക്ക് അറിയില്ല. ഉണ്ടേറ് കഴിഞ്ഞ് പോണ വഴി നമ്മൾ ഓരോ പീസ് തണ്ണിമത്തം മേടിച്ച് കഴിച്ച് 20 രൂപക്കാണ് ഇവിടെ ഒരു പീസ് തണ്ണിമത്തം വിൽക്കണത്. അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത സ്പോട്ട് ശബരി വീടോണ്ടാ. ശബരി വീടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിറച്ച് ശരം കുത്തി വെച്ചേക്കണാണ്. പക്ഷെ ശരിക്കും ശരം കുത്തേണ്ട സ്ഥലം ശരം കുത്തിയല്ല. ശബരി വീടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറ്റമൊക്കെ കുറവാണ്. പിന്നെ
നേരെയുള്ളൊരു നടത്തോണം. ശബരിമല ചെന്നാൽ നമ്മൾ കൂടുതൽ കാണുന്ന മൃഗങ്ങള് കാട്ടുപന്നിയും കുരങ്ങന്മാരും ഉണ്ടാ. അങ്ങനെ ഞങ്ങൾ ശരംകുത്തിയാലിന്റെ മുമ്പിലെത്തി. ആ ശരംകുത്താൻ സ്ലോ മോഷനിൽ നടന്നു പോണതാണ്ട നമ്മുടെ കൂട്ടത്തിലെ കന്നിസ്വാമി. ശരം കുത്തി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് നടന്നിട്ടില്ല. ഫുള്ള് നിപ്പായിരുന്നു. മല കയറുന്ന നേരത്ത് കാര്യമായിട്ട് തിരക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഓരോ ഏരിയയിലായിട്ട് ഓരോ ടീമിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആദ്യത്തെ ടീം പോകുമ്പോ ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോഴേ അടുത്ത ടീമിനെ വിടുള്ളൂ. അങ്ങനെ നിന്ന് നടന്ന് നമ്മ നല്ല രീതിയിൽ ആവശ്യമായി. പിന്നെ ഇതിലാകെ ഉണ്ടായിരുന്ന ആശ്വാസം എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ട് നിൽക്കണേരത്ത് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ വരുമോ എന്നുള്ളതായിരുന്നു കേട്ടോ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവസാനം നമ്മൾ 18-ാം പടിയുടെ മുമ്പിലെത്തി. സ്വാമി ഏത് മൂട്? അയ്യപ്പൻ മൂട്. സ്വാമി ഏത് മൂട്? 18-ാം പടി കയറി നല്ല കിടിലൻ ദർശനവും കിട്ടി. നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്ത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്നദാന മണ്ഡപത്തിന്റെ സൈഡിലായിട്ട് അയ്യപ്പന്റെ നല്ല കിടിലൻ പടം വരച്ചു ചേക്കണട്ടാ. ശബരിമല വന്നിട്ട് നമുക്ക് സ്റ്റേ കിട്ടിയത് അന്നദാന മണ്ഡപത്തിന്റെ മേലെ ഇരുന്നിട്ടാ. ഇവിടെ സ്റ്റേക്ക് വരണ റേറ്റ് 40 രൂപയായിരുന്നിട്ടാ. ആളുടെ എണ്ണം അനുസരിച്ച് പായും തരും കിടക്കാൻ. അങ്ങനെ ഞങ്ങൾ പോയി അന്ന് അവിടെ കൂടി. കറക്റ്റായിട്ട് ഫോണിന്റെ ചാർജ് ചാർജ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള കട തപ്പി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് അൾട്രാ പ്രോ മാക്സ് തണുപ്പ്. ഒരു കണക്കിന് ഞാൻ തിരിച്ചങ്ങാടെത്തി. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ഉമാരിവിടെ ഒരു ഉറക്കം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മല കയറിയ ക്ഷീണം മൊത്തം ഉറങ്ങി തീർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നെയ്യഭിഷേകത്തിനുള്ള പരിപാടികൾ തുടങ്ങി. നെയ്ത്തേങ്ങ ഓരോന്നായിട്ട് പൊട്ടിച്ച് നമ്മൾ നെയ്യ് നിറച്ചു തുടങ്ങി പാത്രത്തിലോട്ട്. അങ്ങനെ തേങ്ങയിലെ മൊത്തം പാത്രത്തിലോട്ടാക്കിയിട്ട് നമ്മൾ നെയ്യഭിഷേകം ചെയ്യാൻ വേണ്ടി യാത്രയായി. നെയ്യഭിഷേകം ചെയ്ത് തിരിച്ചു വരണ നേരത്തെ നമ്മൾ ചാർജ് ചെയ്യാൻ കൊടുത്ത ഫോൺ തിരിച്ചു മേടിക്കാൻ വേണ്ടി നമ്മൾ ആ കടയിലോട്ട് ചെന്നു. ഇതാണ് ശബരിമലയിലെ പ്രധാന മൊബൈൽ ചാർജിങ് സെറ്റപ്പ്. ഈ കടയിലെ പ്രധാന കച്ചവടം മൊബൈൽ ചാർജിങ് ആണ്ടാ. 1 മണിക്കൂർ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ 20 രൂപയാണ് ഒരു മേടിക്കുന്നത്. ചാർജ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫോണിന്റെ ബാക്കിൽ ഒരു ടോക്കൺ നമ്പർ എഴുതി ഒട്ടിക്കും. എന്നിട്ട് ആ ടോക്കൺ നമ്പർ നമ്മുടെ തരും. തിരിച്ച് ഫോൺ ചാർജ് ആയിട്ട് മേടിക്കാൻ വരുമ്പോൾ ആ ടോക്കൺ നമ്പർ കാണിക്കണം. അങ്ങനെ ഇവിടുത്തെ സെറ്റപ്പ്. അവിടെ നിന്ന് നമ്മൾ നേരെ മാളികപ്പുറത്തോട്ട് പോയി. അവിടെ ചെന്ന് തൊഴുതിട്ട് നെയ്ത്തേങ്ങയുടെ തേങ്ങ ആഴിയിലിടാൻ വേണ്ടി നമ്മൾ നേരെ ആഴയുടെ അടുത്തോട്ട് പോയി. ആഴിയിൽ കൊണ്ടുപോയി തേങ്ങ ഇടാൻ നേരത്താണ് ശർക്കര പായസത്തിന്റെ ഒരു കൗണ്ടർ കണ്ടത്. ശർക്കര പായസത്തിന് അവിടെ 25 രൂപയാണ്. പക്ഷെ നമ്മുടെ കെട്ടിലുള്ള അരി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ശർക്കര പായസം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിൽ അരി കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ശർക്കര പായസം മേടിച്ച് അത് കഴിച്ച് രാവിലത്തെ വിശപ്പ് നമ്മൾ അവിടെ നിന്ന് തീർത്തു. 18-ാം പടിയുടെ മുമ്പിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി പോയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങണേന്ന് മല. അങ്ങനെ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മനസ്സും ശരീരവും ഫ്രഷ് ആക്കിയിട്ട് 2025 എന്ന പുതിയ വർഷം ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പോണേന്. അപ്പൊ ഈ പുതിയ വർഷം എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കണേണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.